നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 16-ാം തീയതിയിലെ ന്യൂസ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ ഇന്ത്യയിലേക്കുള്ള ഹൈഡ്രോ ഫ്ലൂറോ കാർബണിൻ്റെ ഇമ്പോർട്ട് ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം മാർച്ച് 17-ാം തീയതിയിലെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഈ സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ വെൽ മാനേജ്ഡും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് പോർട്ട്ഫോളിയോയും മികച്ച ഫ്യൂച്ചറിസ്റ്റിക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുമുള്ള ഈ സ്റ്റോക്കിനെക്കുറിച്ചും സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മാർച്ച് 16-ാം തീയതിയിലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ഇമ്പോർട്ട് പോളിസിയിൽ മാറ്റം വരുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ഇമ്പോർട്ട് പോളിസി ഫ്രീ എന്നതിൽ നിന്നും റെസ്ട്രിക്റ്റഡ് എന്ന കാറ്റഗറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ പ്രധാന പർപ്പസ് പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് മനസ്സിലാകും ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ വൈറ്റ് ഗുഡ്സ് മാനുഫാക്ചറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഈ വൈറ്റ് ഗുഡ്സ് മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഏകദേശം 6238 കോടിയുടെ PLI സ്കീമാണ് ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. വൈറ്റ് ഗുഡ്സിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് എയർ കണ്ടീഷണേഴ്സ്. എയർ കണ്ടീഷണേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് എന്ന മെറ്റീരിയൽ. ഹൈഡ്രോ ഫ്ലൂറോ കാർബണിന് മുകളിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ്, അതായത് OEMനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നേട്ടം ഏറ്റവും അധികം ലഭിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ മാർക്കറ്റിൻ്റെ 50% മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന SRF ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലാണ്. SRF ലിമിറ്റഡ് എന്ന കമ്പനി ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ മാനുഫാക്ചറിങ്ങിൽ മാത്രമല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്, വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡും ഡൈവേഴ്സിഫൈഡുമായ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ഉള്ള കമ്പനിയാണ് SRF ലിമിറ്റഡ്. SRF ലിമിറ്റഡിൻ്റെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ പരിശോധിച്ചാൽ 41% റവന്യൂ കമ്പനി കെമിക്കൽസിൽ നിന്നും, 36% റവന്യൂ കമ്പനി പാക്കേജിൽ നിന്നും, 19% റവന്യൂ കമ്പനി ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിൽ നിന്നുമാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകും. ഈ 3 സെക്ടറിലും കമ്പനിക്ക് മാർക്കറ്റ് ലീഡിംഗ് പ്രൊഡക്റ്റുകളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വസ്തുത. ഏകദേശം 4 രാജ്യങ്ങളിലായി 14ലധികം മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉള്ള ഈ കമ്പനി 90ലധികം രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയും 6600ലധികം ഗ്ലോബൽ ക്ലയൻസ് ഈ കമ്പനിയുമായി അസോസിയേറ്റഡായി വർക്ക് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. കമ്പനിയുടെ പ്രധാന പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ കീ ബിസിനസ് പോർട്ട്ഫോളിയോ ഫ്ലൂറോ കെമിക്കൽ ബിസിനസ് തന്നെയാണ്. ഇവിടെ റെഫ്രിജറേറ്റർ, ക്ലോറിനേറ്റഡ് സോൾവെൻറ്റ്, ഫാർമ ഗ്രേഡ് ഇങ്ങനെ 3 കാറ്റഗറിയിൽപ്പെട്ട ഫ്ലൂറോ കെമിക്കൽസ് ആണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ഫ്ലൂറോ കെമിക്കൽസിൻ്റെ പ്രധാന ആപ്ലിക്കേഷൻ നമ്മൾക്ക് വരുന്നത് ഫാർമ സെക്ടർ, എയർ കണ്ടീഷൻ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എന്നീ സെക്ടറുകളിലാണ്. ആൾറെഡി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ സമ്മർ സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. സമ്മർ സീസണിൽ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിമാൻഡ് കൂടും, അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്ഷൻ കൂടും, അതിനനുസരിച്ച് ഫ്ലൂറോ കെമിക്കൽസിൻ്റെ ഉപയോഗം കൂടുകയും ഈ കമ്പനിക്ക് അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ക്ലോത്തിങ് സെക്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും കമ്പനി ഒരു മാർക്കറ്റ് ലീഡറാണെന്ന് കാണാൻ സാധിക്കും. ടയറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നൈലോൺ ടയർ കോട്ടഡ് ഫാബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് ഈ കമ്പനിയാണ്. നൈലോൺ ടയർ കോഡ് ഫാബ്രിക്സിൽ ഈ കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയും ഗ്ലോബലി 2nd പൊസിഷനിലുള്ള കമ്പനിയുമാണ്. അതോടൊപ്പം തന്നെ വിവിധ മെഷീനറിക്ക് ആവശ്യമായിട്ടുള്ള ബെൽറ്റിംഗ് ഫാബ്രിക്സ്, അതായത് കൺവെയർ ബെൽറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഈ കമ്പനിയാണ്. ഓട്ടോമൊബൈൽസിന് ആവശ്യമായിട്ടുള്ള സീറ്റ് ബെൽറ്റുകളും വിവിധ മെഷീനറീസിന് ആവശ്യമായിട്ടുള്ള ഹോസസും SRF ലിമിറ്റഡ് എന്ന കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതുകൂടാതെ കമ്പനി മറ്റു പ്രോഡക്റ്റുകളിലേക്കും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന 2 സെഗ്മെൻറ്റാണ് കോട്ടഡ് ഫാബ്രിക്സും ലാമിനേറ്റഡ് ഫാബ്രിക്സും. മാർച്ച് 17-ാം തീയതി ഈ കമ്പനിയുടെ സൈഡിൽ നിന്നും മറ്റൊരു സുപ്രധാന അനൗൺസ്മെൻറ്റ് കൂടി കാണാൻ സാധിച്ചു. അതായത് ഈ കമ്പനി അതിൻ്റെ ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കുകയാണ് എന്നുള്ള നോട്ടിഫിക്കേഷനാണ് കാണാൻ സാധിച്ചത്. അതായത് SRF ലിമിറ്റഡ് എന്ന കമ്പനി SRF ആൾടെക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനിയെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. SRF ആൾടെക് ലിമിറ്റഡ് എന്ന കമ്പനി അലൂമിനിയം ഫോയിൽ പ്രൊഡക്ഷനിലും മാനുഫാക്ചറിങ്ങിലുമാണ് ഫോക്കസ് ചെയ്യുക. ഇന്ത്യയിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2 ലക്ഷം മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലുള്ള അലൂമിനിയം ഫോയിൽ കൺസപ്ഷനാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ 1 ലക്ഷം മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ 1 ലക്ഷം മെട്രിക് ടൺ പെർ ആനം എന്ന
കാറ്റഗറിയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് മോഡലാണ് SRF ലിമിറ്റഡ് എന്ന കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SRF ലിമിറ്റഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റ് ആണ് R32, അതായത് ഹൈഡ്രോഫ്ലൂറോ കാർബൺ മാനുഫാക്ചറിംഗ് കമ്പോണൻറ്റിന് ആവശ്യമായ അല്ലെങ്കിൽ ഹൈഡ്രോഫ്ലൂറോ കാർബൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഒരു കമ്പോണൻ്റായ R32 എന്ന കമ്പോണൻറ്റിന് മുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി അടുത്ത 5 വർഷത്തേക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ R32 നിർമ്മിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ടും SRF ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഈ ന്യൂസിൻ്റെയും ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനോടൊപ്പം തന്നെ മികച്ച ഫണ്ടമെൻ്റൽസും SRF ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. 76,720 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിൻ്റെ PE 46.1 ആണ്. അതായത് കമ്പനിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ഗ്രോത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രീമിയം വാല്യുവേഷൻ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. റിട്ടേൺ റേഷ്യോസ് നോക്കിയാൽ ROE 20.3ഉം ROCE 18.0ഉമാണ്. കൂടാതെ കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 15%, കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 37%. സ്റ്റോക്കിൻ്റെ പ്രൈസിൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 75% അപ്സൈഡാണ് കാണാൻ സാധിച്ചത്. അതായത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററി തന്നെയാണ് കമ്പനിക്കുള്ളത്. 10 വർഷത്തെ റിട്ടേൺ നോക്കിയാൽ 48%, 5 വർഷത്തേത് 52%, 3 വർഷത്തെ പെർഫോമൻസിൽ 75% റിട്ടേണുമാണ് കാണാൻ സാധിക്കുക. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തെ ഈ കമ്പനിയുടെ ROE 20%-ന് മുകളിൽ അല്ലെങ്കിൽ 17%-അടുത്ത് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. കൂടാതെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നോക്കിയാൽ 50.77 എന്ന സ്ട്രോങ് പ്രൊമോട്ടർ ഹോൾഡിംഗ് കാണാനുണ്ട്. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രസൻസും കമ്പനിയിൽ കാണാൻ സാധിക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 19.18% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 10% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. കമ്പനിക്ക് മുകളിൽ ഏകദേശം 3,469 കോടി രൂപയുടെ കടമുണ്ട്. അതേസമയം 6,794 കോടിയുടെ റിസർവ് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിനെ നമ്മൾക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 4 ദിവസമായി ഈ സ്റ്റോക്കിൽ വളരെ വലിയ റാലിയാണ് കാണാൻ സാധിച്ചത്. ഏകദേശം 2,200 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് 2,580 എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിന് മുകളിൽ ഡിസിസീവ് ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം പൊസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 2,675 എന്ന ലെവലാണ്. അതായത് 2,700-ന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം റീടെസ്റ്റിങ്ങോടുകൂടി നമ്മൾക്ക് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കാവുന്നതാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിലും അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്